നല്ല ആവി പാറുന്ന പുട്ട് ഉണ്ടാക്കിക്കൊണ്ടുവന്നിട്ട് ആ പുട്ട് പ്ലേറ്റിലിട്ടിട്ട് ആ പുട്ടിൽ ആദ്യമായിട്ട് ചൂടിനിടയിൽ ഒന്ന് വിരൽ തൊടുമ്പോൾ അത് രണ്ടായിട്ട് മാറുമ്പോൾ അതിൽ നിന്ന് ഉയർന്നു വരുന്ന പുട്ടിൻ്റെ ആവിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 3 പേരുടെ മുഖം തെളിഞ്ഞു വരുന്നതായിട്ട് കാണാം. ഒന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, അടുത്തത് കോൺഗ്രസ് നേതാവ് ശശി തരൂർ MP, അടുത്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അപ്പോൾ പുട്ടിന് പീര പോലെ എന്ന പ്രയോഗം അന്വർത്ഥമാക്കിക്കൊണ്ട് പ്രിയരെ, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് രാഷ്ട്രപതി ദ്രൗപദി മുർമു നൽകിയ അന്താരാഷ്ട്ര നിലവാരമുള്ള ആഡംബര അത്താഴ വിരുന്നിൽ കോൺഗ്രസിൽ നിന്ന് ശശി തരൂരിനെ മാത്രം ക്ഷണിച്ചതിൻ്റെ ആവി ഇപ്പോഴും അന്തരീക്ഷത്തിൽ ഇങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോക്സഭാ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിയെ വിളിക്കാമായിരുന്നു. കോൺഗ്രസിൻ്റെ അധ്യക്ഷനായിട്ടുള്ള രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള മല്ലികാർജ്ജുൻ ഖാർഗെയെ വിളിക്കാമായിരുന്നു. പകരം അവരെ ഒന്നും വിളിക്കുന്നതിന് പകരം പുട്ടിനും BJPക്കും ഇടയിലുള്ള പീര പോലെ കോൺഗ്രസിലെ വിമതസ്വരക്കാരനായിട്ടുള്ള വിശ്വപൗരനെ മാത്രം പ്രത്യേകം തെരഞ്ഞു പിടിച്ച് ക്ഷണിച്ചത് കോൺഗ്രസിനെയും സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും മുതൽ ഇങ്ങോട്ട് KC വേണുഗോപാൽ വരെയുള്ള എല്ലാ നേതാക്കളെയും ചുടുപുട്ട് വായിലിട്ട പോലെ പൊള്ളിച്ചിരിക്കുകയാണ്. ക്ഷണിച്ചത് ക്ഷണിച്ചു, എന്നാൽ പോകാതിരിക്കേണ്ട മര്യാദ ശശി തരൂരിനില്ലേ? പക്ഷേ പുള്ളിക്കാരൻ പോയി. BJPയിലേക്കും സംഘപരിവാരത്തിലേക്കും ഇന്നല്ലെങ്കിൽ നാളെ പ്രവേശനോത്സവ സഹിതം അഡ്മിഷൻ നേടുമെന്ന് കരുതപ്പെടുന്ന തരൂരിനെ സംബന്ധിച്ചിട്ട് പോകാതിരിക്കാൻ കഴിയില്ലല്ലോ. തരൂരിനെ സംബന്ധിച്ചിട്ട് എങ്ങനെയെങ്കിലും സ്വയമേവ അല്ലാതെ പാർട്ടിയാൽ പുറത്താക്കപ്പെട്ട് രക്തസാക്ഷി പരിവേഷത്തോടുകൂടി സംഘകാര്യാലയത്തിലേക്ക് രംഗപ്രവേശം ചെയ്യാനാണ് ആഗ്രഹമെന്നാണ് ഇപ്പോഴും പലരും വിലയിരുത്തുന്നത്. പക്ഷേ കോൺഗ്രസ് ആകട്ടെ തരൂരിൻ്റെ അവഗണനയും തൊഴുത്തിൽ കുത്തും സഹിച്ചുകൊണ്ട് തരൂരിനെ പുറത്താക്കാതെ സ്വയം പോകുന്നെങ്കിൽ പോകട്ടെ എന്ന് വിചാരിച്ച് നാളും എണ്ണിക്കൊണ്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സങ്കീർണമായ ഒരു വിവാഹമോചന കേസിൽ എന്ന പോലെ പ്രശ്നങ്ങൾ നിറഞ്ഞതാണ് കോൺഗ്രസും ശശി തരൂരും പരസ്പരം ആഗ്രഹിക്കുന്ന മോചനം. തരൂരിനെ പുറത്താക്കിയാൽ വിശ്വപൗരനും അന്താരാഷ്ട്ര രംഗത്തെ തിളങ്ങുന്ന താരവും സകല വിജ്ഞാനകോശവുമായിട്ടുള്ള ഒരാളെ പുറത്താക്കിയ പാർട്ടി എന്നുള്ള പേരുദോഷം വരും. എന്നാൽ സ്വയമങ്ങ് പുറത്തുപോയി മോദിയുടെ തോളിൽ തലചായ്ച്ചാൽ തരൂരിന് രക്തസാക്ഷി പരിവേഷം കിട്ടുകയുമില്ല. വാസ്തവത്തിൽ കോൺഗ്രസിൽ നിന്ന് ഒരു രാഷ്ട്രീയ ഡിവോഴ്സ്, രാഷ്ട്രീയ മോചനം വിശ്വപൗരനായ ശശി തരൂർ MP ആഗ്രഹിച്ചിട്ട് കാലങ്ങൾ കുറേയായി. കോൺഗ്രസിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി പുറത്തു വരാൻ ആഗ്രഹമുണ്ടെങ്കിലും സ്വയം അങ്ങനെ ചെയ്യുന്നതിന് പകരം തന്നെ ആരെങ്കിലും ഒന്ന് പുറത്താക്കി തരൂ എന്ന മട്ടിലാണ് ഇപ്പോഴും ശശി തരൂരിൻ്റെ ശ്രമം. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുള്ള രാഷ്ട്രപതിയുടെ ഔദ്യോഗിക അത്താഴ വിരുന്നിൽ ലോക്സഭയിലെയും രാജ്യസഭയിലെയും പ്രതിപക്ഷ നേതാക്കളായിട്ടുള്ള രാഹുൽ ഗാന്ധിയെയും മല്ലികാർജ്ജുൻ ഖാർഗെയെയും തഴഞ്ഞ് തന്നെ മാത്രം ക്ഷണിച്ചതിലെ മര്യാദകേട് തിരിച്ചറിഞ്ഞിട്ടും കിട്ടിയ അവസരം പാഴാക്കാതെ തരൂർ പോയി സദ്യയുണ്ടത്. ഒരു പഴയകാല സിനിമയിൽ ജയിലിലെ സുഖജീവിതവും സൗജന്യ ഭക്ഷണവും ഒക്കെ കിട്ടാൻ നടൻ ജഗതി ശ്രീകുമാർ അവതരിപ്പിച്ച കഥാപാത്രം നടു റോഡിൽ പായ വിരിച്ച് കിടന്ന് അറസ്റ്റിലാകുന്നത് പോലെയാണ് കോൺഗ്രസിൽ നിന്ന് ഒന്ന് സ്വയം പുറത്താക്കി കിട്ടാൻ തരൂർ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങളെന്ന് ഇതേ വിഷയത്തിൽ എഡിറ്റേഴ്സ് അനാലിസിസിൽ നേരത്തെ തന്നെ പറയേണ്ടി വന്നത് പ്രേക്ഷകരിൽ ചിലരെങ്കിലും ഓർക്കുമെന്ന് കരുതുകയാണ്. ഏതായാലും രാഷ്ട്രീയത്തിലെ ഭാഷാപരമായ സൗന്ദര്യ ശാസ്ത്രജ്ഞനാണ് ശശി തരൂർ. വാക്കുകൾ കൊണ്ട് ഇന്ദ്രജാലം തീർക്കുന്ന കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ഒരു വിശേഷണം വെച്ച് പറയുകയാണെങ്കിൽ പഴയ പുത്തൻ താരോദയം. അപ്പോൾ വിദേശ രാഷ്ട്രത്തലവന്മാരൊക്കെ വരുമ്പോൾ പ്രതിപക്ഷ നേതാവുമായിട്ട് കൂടിക്കാഴ്ച നടത്തുക എന്നത് BJP നേതാവ് കൂടിയായ മുൻ പ്രധാനമന്ത്രി AB വാജ്പേയിയുടെ പോലും നിലപാടായിരുന്നു എന്നറിയാത്ത ആളല്ല ശശി തരൂർ. കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ചില നേതാക്കന്മാരുണ്ട്. ആ നേതാക്കന്മാരുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവർക്ക് പലപ്പോഴും അറിയില്ല അവർ പാർട്ടിക്ക് അകത്താണോ കോൺഗ്രസിനകത്താണോ പുറത്താണോ എന്നുള്ള കാര്യം അവർക്ക് അറിയില്ല. അല്ലെങ്കിൽ അങ്ങനെ ഒന്ന് പുറത്താണോ അകത്താണോ എന്നതിനെക്കുറിച്ച് അവർക്ക് പ്രത്യേകിച്ച് ആശങ്കയുമില്ല. കാരണം അവർക്ക് എപ്പോഴും ഒരു ഔട്ട് ഓഫ് ഫോക്കസ് പ്രതിച്ഛായയായിരിക്കും ഉണ്ടാവുക. പാർട്ടിയിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലല്ലോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നിങ്ങനെ പറയുന്ന രീതിയിൽ പാർട്ടിയുടെ പ്രധാനപ്പെട്ട വേദികളിലോ മറ്റോ ഇടം പിടിക്കപ്പെടാതെ അടുക്കളയിൽ നിൽക്കേണ്ടി വരുന്ന, സോണിയാഗാന്ധിയുടെ അടുക്കളയിൽ നിരങ്ങി എന്നൊക്കെ പറയുന്നവരുടെ വിശേഷണങ്ങൾ ഒരു കാലത്ത് പല വ്യക്തികളുടെ പേരിലുണ്ടായിരുന്നു. അങ്ങനെ ഔട്ട് ഓഫ് ഫോക്കസ് പ്രതിച്ഛായയുള്ളവരാണ് പലരും. പക്ഷേ തരൂർ സാർ അങ്ങനെയല്ല. അദ്ദേഹത്തിന് വ്യക്തമായിട്ടുള്ള ഒരു ലക്ഷ്യമുണ്ട്, വ്യക്തമായിട്ടുള്ള ഒരു ആസൂത്രണമുണ്ട്. ആ ലക്ഷ്യമെന്ന് പറയുന്നത് കോൺഗ്രസ് എന്ന് പറയുന്ന താൻ ഇപ്പോൾ നിൽക്കുന്ന, തന്നെ MP ആക്കിയിരിക്കുന്ന ആ പാർട്ടിയിൽ നിന്ന് എങ്ങനെ ഒന്ന് പുറത്തായി കിട്ടാമെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. ക്ലാസ്സിൽ നിന്ന് സ്വയം പുറത്താക്കപ്പെടാൻ വേണ്ടിയിട്ട് വികൃതി കുട്ടികൾ ചെയ്യുന്നത് പോലെ എത്രയെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടും വികൃതിയായിട്ടുള്ള തരൂരിനെ പുറത്താക്കുന്നില്ല. ഗതി കെട്ടിട്ടാണ് ഒരു പക്ഷേ ഇപ്പോൾ മര്യാദയ്ക്ക് എന്നെ പുറത്താക്കുക എന്ന് കോൺഗ്രസിനോട് പറയാതെ പറഞ്ഞുകൊണ്ട് റഷ്യൻ പ്രസിഡന്റിൻ്റെ പുട്ടിൻ്റെ വിരുന്നിൽ പുട്ടിന് പീര പോലെ തരൂരിന് പോകേണ്ടി വന്നത്. അപ്പോൾ കോൺഗ്രസ് പാർട്ടിയിൽ അംഗമാകാനുള്ള എളുപ്പം അത് വളരെ സിമ്പിളാണ്. ഇത്ര സിമ്പിളാണോ കോൺഗ്രസിൽ അംഗമാകാൻ എന്ന് പലരും ചോദിക്കും. പക്ഷേ അങ്ങനെ അംഗമായി കിട്ടിയ ആ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളതല്ല.
കോൺഗ്രസ് പാർട്ടിയിൽ അംഗമാകുന്നതിന് വേണ്ടിയിട്ട് ഓൺലൈനായിട്ട് നമുക്ക് ചേരാം. പണ്ടൊക്കെ നിലത്ത് കിടക്ക വിരിച്ചുകൊണ്ട് യോഗം ചേർന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ആ സമയത്ത് 80കളിലൊക്കെ 90കളിലൊക്കെ AICCയുടെ യോഗത്തെക്കുറിച്ചുള്ള വാർത്തകൾ അന്നത്തെ വിരലിലെണ്ണാവുന്ന ടെലിവിഷൻ ചാനലുകൾ വരുമ്പോൾ അതിൻ്റെ ദൃശ്യമെന്ന് പറയുന്നത് കെ കരുണാകരനും AK ആൻ്റണിയും അടക്കമുള്ളവരൊക്കെ നിലത്ത് കിടക്ക വിരിച്ച് അവിടെ ചമ്രം പടിഞ്ഞിരുന്നോ അല്ലെങ്കിൽ കാലൊരു വശത്തേക്ക് മാറ്റിയിരുന്നോ കൊണ്ട് ഗാന്ധിജി ചർക്കയിൽ നൂൽ നിൽക്കുന്നത് പോലെയുള്ളൊരു ഇരിപ്പിരുന്നിട്ടായിരുന്നു യോഗം ചേർന്നിരുന്നത്. ആ സമയത്തൊക്കെ പാർട്ടിയുടെ അംഗമാകാൻ ഫീസ് എന്ന് പറയുന്നത് 25 പൈസയായിരുന്നു, ഒരു കാലണയായിരുന്നു. അതുകൊണ്ട് കാലണ പാർട്ടി എന്നൊക്കെ അതിന് വിശേഷണം വരുന്നത്. ഇപ്പോൾ 5 വർഷത്തേക്ക് വെറും 10 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആർക്കും കോൺഗ്രസിൽ അംഗമാകാൻ കഴിയും. പക്ഷേ ചില ചിട്ടകളും ചിട്ടവട്ടങ്ങളും നിയന്ത്രണങ്ങളുമൊക്കെ അവർ രേഖാമൂലം വെച്ചിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അതായത് കോൺഗ്രസ്സുകാരനായാൽ അതിൻ്റെ അംഗത്വം നേടിയാൽ നിങ്ങൾ പരമാവധി ഖാദി ധരിക്കുക, മതേതരത്വത്തിൽ വിശ്വസിക്കുക, ലഹരിക്ക് അടിമയാകരുത്, പുകവലിക്കരുത്, വൈകിട്ടെന്താ പരിപാടി എന്ന് ചോദിച്ചുകൊണ്ട് മദ്യപിക്കാൻ പോകരുത്, ഇങ്ങനെയൊക്കെയുള്ള നിബന്ധനകളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും പാർട്ടി ഇക്കാലത്തിനിടയിൽ ഒരിക്കൽ പോലും പരിശോധിച്ചതിൻ്റെ ചരിത്രമൊന്നും കണ്ടിട്ടില്ല. എന്തായാലും സ്വയം അബദ്ധത്തിൽ ചെന്ന് ചാടരുത് എന്ന് മാത്രമേ അതിൻ്റെ വ്യവസ്ഥയായിട്ട് വെച്ചിട്ടുള്ളൂ. രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്യുന്നത് പോലെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്നൊക്കെ എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സ്വയം അബദ്ധത്തിൽ ചെന്ന് ചാടരുത്, അത്രയേ ഉള്ളൂ. പക്ഷേ ഈ പാർട്ടിയിൽ നിന്ന് ഇപ്പോൾ ഈ സൂചിപ്പിച്ചതുപോലെ ഒന്ന് പുറത്തായി കിട്ടണമെങ്കിൽ അത് എളുപ്പമുള്ള കാര്യമല്ല. അതിനുവേണ്ടി ശ്രമിച്ച് പരാജയപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന ആളാണ് ശശി തരൂർ എന്നുള്ള നിലയ്ക്കാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ അച്ചടക്ക ലംഘനത്തിനെ സംബന്ധിച്ചിട്ട് വളരെ വിരോധാഭാസമുള്ള ഒരു കാര്യമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് എക്കാലത്തുമുള്ളത്. കോൺഗ്രസിൻ്റെ മുമ്പിൽ ഒരു അച്ചടക്കമുണ്ട്, ആ അച്ചടക്കത്തോടു കൂടി മുന്നോട്ട് പോകണം. പക്ഷേ അച്ചടക്കം ലംഘിക്കുന്ന ആളുകൾക്ക് അവിടെ വലിയ സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നു എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ഇക്കാലത്തുടനീളമുള്ള ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് തമാശയായിട്ടല്ല, വസ്തുതയായിട്ട് തന്നെ കാണാൻ കഴിയും. ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് AK ആൻ്റണി, അതുപോലെ കെ കരുണാകരൻ, ഇവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വാരി എറിഞ്ഞിട്ടുള്ള ആരോപണങ്ങൾ, ഇവരുടെ കൂടെ നിൽക്കുന്ന ഗ്രൂപ്പിലെ അനുയായികളും അണിയറ പ്രവർത്തകരും അങ്ങോട്ടും ഇങ്ങോട്ടും മുന്നോട്ട് വെച്ചിട്ടുള്ള വാഗ്വാദങ്ങൾ, പരിഹാസങ്ങൾ, AK ആൻ്റണിയെ മുക്കാലിൽ കിട്ടിട്ട് അടിക്കണമെന്നൊക്കെ പരസ്യമായിട്ട് പ്രസംഗിച്ചവരൊക്കെ വലിയ രീതിയിലുള്ള പദവികളിലേക്ക് എത്തി കോൺഗ്രസിൽ. കെ കരുണാകരനെ ചാരനാണ് എന്ന് വിളിച്ചവരുണ്ട്. അവരൊക്കെ പാർട്ടിയുടെ ഉന്നതമായിട്ടുള്ള സ്ഥാനങ്ങളിൽ എത്തിയതിൻ്റെ ചരിത്രമാണ്. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് അച്ചടക്ക ലംഘനം കാണിച്ചാൽ അതിൻ്റെ അർത്ഥം പാർട്ടിയുടെ ഹൈ പൊസിഷനുകളിലേക്ക്, ഉയർന്ന പൊസിഷനുകളിലേക്ക്, ഉയർന്ന തലങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ശശി തരൂർ അച്ചടക്കം ലംഘിച്ചുകൊണ്ട് അതിൽ നിന്ന് പുറത്തു പോകാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പുറത്താക്കപ്പെടില്ല എന്ന് മാത്രമല്ല, വേണമെങ്കിൽ ചിലപ്പോൾ പുതിയ ചില പദവികൾ കിട്ടിയെന്നും വന്നേക്കാം. അപ്പോൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടിട്ട് കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ട് രക്തസാക്ഷി പരിവേഷത്തോടു കൂടിയിട്ട് BJPയിൽ രംഗപ്രവേശം ചെയ്യുക എന്നുള്ള ആഗ്രഹം നടക്കാൻ പോകുന്നതല്ല. അച്ചടക്കം ലംഘിച്ചാൽ കൂടുതൽ സ്ഥാനമാനങ്ങൾ ലഭിക്കുക എന്നുള്ളൊരു വൈരുദ്ധ്യം ഈ കോൺഗ്രസിൻ്റെ അകത്തുണ്ട് എന്ന് പലപ്പോഴും പറയേണ്ടി വരും. അപ്പോൾ കോൺഗ്രസിൽ എന്താണ് ഒരു അലിഖിത നിയമമായിട്ടുള്ളത്? അച്ചടക്കം എത്ര നിങ്ങൾ ലംഘിക്കുന്നുവോ അത്രത്തോളം നിങ്ങൾക്ക് പദവികൾ ലഭിക്കുകയും നിങ്ങൾക്ക് പാർട്ടിയിൽ വളരാൻ കഴിയുമെന്ന് പറയുന്നൊരു വൈരുദ്ധ്യമാണ് അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇതൊന്നും മനസ്സിലാക്കാതെയാണ്, ഈ വിചിത്രമായിട്ടുള്ള രാഷ്ട്രീയ ഗതി മനസ്സിലാക്കാതെയാണ് ശശി തരൂർ ഒരു ദൗത്യം ഏറ്റെടുക്കുന്നത്. ആ ദൗത്യം എന്താണ്? തന്നെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കാൻ, കോൺഗ്രസ്സുകാരെ എന്നെ ഒന്ന് സഹായിക്കൂ, പുറത്താക്കി സഹായിക്കൂ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് പ്ലക്കാർഡും പിടിച്ചു നിൽക്കുന്ന അവസ്ഥയിലാണ്, അങ്ങനെ സ്വയം ആഗ്രഹിക്കുന്ന ഒരവസ്ഥയിലാണ് ശശി തരൂരുള്ളത്. അപ്പോൾ അങ്ങനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെടുന്നതിന് വേണ്ടി ലഭിക്കുന്ന ഒരവസരവും തരൂർ ഒഴിവാക്കുന്നില്ല. ആ ശ്രമങ്ങൾക്കിടെയാണ് വ്ളാദിമിർ പുടിൻ ഇന്ത്യയിലേക്ക് വരുന്നത്. റഷ്യയുടെ പ്രസിഡന്റ്, യുക്രൈനുമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന അന്താരാഷ്ട്ര പ്രശസ്തനായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രമായിട്ടുള്ള നേതാവ് ഇന്ത്യയിലേക്ക് വരുന്നു. അപ്പോൾ തന്നെ തരൂരിൻ്റെ പാർട്ടിയുടെ നേതാവും പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള രാഹുൽ ഗാന്ധി ഒരു പ്രധാനപ്പെട്ട ആരോപണം ഉന്നയിക്കുകയുണ്ടായി. അതായത് ആ ആരോപണം എന്ന് പറയുന്നത്, ഇവിടെ കാലുകുത്തിയ പുടിനോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു നിർദ്ദേശം വെച്ചിരിക്കുന്നു, ഇവിടുത്തെ പ്രതിപക്ഷ നേതാക്കളുമായിട്ട് ദയവ് ചെയ്ത് കൂടിക്കാഴ്ച നടത്തരുത്, അവരുമായിട്ട് മിണ്ടിപ്പോകരുത്, ദയവ് ചെയ്ത് മിണ്ടരുത് എന്നുള്ള ആ നിർദ്ദേശം മോദി പുടിൻ്റെ നേരെ വെച്ചു എന്നുള്ള ആരോപണം രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നതിനിടെയാണ് രാഹുൽ ഗാന്ധിയുടെ പാർട്ടിയിൽ നിന്നുകൊണ്ട് മോദിയെ സ്ഥിരമായിട്ട് പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്ന തരൂരിന് അത്താഴ വിരുന്നിലേക്ക് ക്ഷണം കിട്ടിയതും കിട്ടിയ പാടെ ഒന്നും ആലോചിക്കാതെ മുന്നോട്ട് പോയതും. ശശി തരൂരിനെ സംബന്ധിച്ചിട്ട് ഒന്നും ആലോചിക്കേണ്ടതില്ല. കാരണം ഇതുവരെയുള്ള അദ്ദേഹത്തിൻ്റെ നീക്കുപോക്കുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ടും സംഘപരിവാറുമായിട്ടും BJPയുമായിട്ടും ഉണ്ടായിട്ടുള്ള നീക്കുപോക്കുകളൊക്കെ ഈ രീതിയിലുള്ള ഒരു സൗഹൃദത്തിൻ്റെയും ബന്ധം സ്ഥാപിക്കലിൻ്റെയും തലങ്ങളിലേക്കും അതിനപ്പുറത്തേക്കും വളർന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ കോൺഗ്രസിൽ നിന്ന് തനിക്ക് നേരെ വിമർശനം വരുമ്പോഴൊക്കെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസിലെ വിശ്വപൗരനെ മനസ്സിൽ ധ്യാനിക്കുന്നുണ്ട് എന്നാണ് തോന്നുന്നത്. അധികം വൈകാതെ തന്നെ കോൺഗ്രസിൻ്റെ വിമർശനങ്ങളുടെ മുനയൊടിച്ചുകൊണ്ട് വിശ്വപൗരൻ വിശ്വരൂപം കാണിച്ച് മോദി സ്തുതി നടത്തുകയും ചെയ്യും.
അത് നമ്മൾ പ്രത്യക്ഷത്തിൽ കണ്ടത് പഹൽഗാം ഭീകരാക്രമണത്തിൽ നമ്മുടെ സുരക്ഷാ സംവിധാനങ്ങളുടെ ദൗർബല്യത്തെക്കുറിച്ച് രാഹുൽ ഗാന്ധിയും മറ്റ് പ്രതിപക്ഷ നേതാക്കളുമൊക്കെ വിമർശനം ഉന്നയിച്ചപ്പോഴാണ്. അങ്ങനെ പഹൽഗാം ഭീകരാക്രമണം നടക്കുന്നു, അവിടെ ഇത്ര പേരെ പരസ്യമായിട്ട് പ്രത്യക്ഷത്തിൽ പട്ടാപ്പകൽ കൊല ചെയ്യുന്നു, അവർ അവിടെ എങ്ങനെ എത്തി, ആ ഭീകരർക്ക് അതിർത്തി കടന്ന് എത്താൻ കഴിഞ്ഞത് എങ്ങനെ, ഇത് നമ്മുടെ രാജ്യസുരക്ഷയുടെ വലിയ പ്രശ്നമല്ലേ. അപ്പോൾ വലിയ രാജ്യസുരക്ഷയെക്കുറിച്ചൊക്കെ വീരവാദം മുഴക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പഹൽഗാം ഭീകരാക്രമണത്തെക്കുറിച്ച് വലിയ രീതിയിൽ അഭിമാനത്തോടു കൂടി അതിനെ കൗണ്ടർ ചെയ്ത ആക്രമണങ്ങളെക്കുറിച്ച് പറയാൻ എന്താണ് യോഗ്യത എന്നൊക്കെ ചോദിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി സംസാരിക്കുന്നു. ആ സംസാരത്തിൻ്റെ വിമർശനത്തിൻ്റെ മുന ഒടിക്കുന്നതിന് വേണ്ടി പ്രധാനമന്ത്രിക്ക് സ്തുതിഗീതം പാടിക്കൊണ്ട് ഒരുപക്ഷെ തൊട്ടുപിറകെ മോദി സ്തുതിയുടെ ഗാന്ധീവവുമായിട്ടാണ് തരൂർ പ്രത്യക്ഷപ്പെടുന്നത്. ഓപ്പറേഷൻ സിന്ദൂരിൽ സൈന്യത്തെ മാത്രമല്ല പ്രധാനമന്ത്രിയെയും ശശി തരൂർ കോൺഗ്രസിനകത്ത് നിന്നുകൊണ്ട് പുകഴ്ത്തി. അത് വെറുമൊരു പുകഴ്ത്തലായിരുന്നില്ല എന്ന് മാത്രമല്ല, ആ പുകഴ്ത്തലിൻ്റെ പിറകെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇക്കാലം അത്രയും നടത്തിയിട്ടുള്ള വിദേശ പര്യടനങ്ങളെ വരെ ശശി തരൂർ വാഴ്ത്തി. പല ഘട്ടങ്ങളിലും ഏറ്റവും കൂടുതൽ വിദേശ പര്യടനങ്ങൾ നടത്തുകയും അതിനുവേണ്ടി സർക്കാരിൻ്റെ നികുതി പണം ഉപയോഗിക്കുകയും ചെയ്യുന്നതിൻ്റെ കണക്കുകളൊക്കെ നിരത്തിയിട്ടുണ്ട് പല ഘട്ടങ്ങളിൽ രാഹുൽ ഗാന്ധി. അതേ രാഹുൽ ഗാന്ധി അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനങ്ങൾ വരെ തരൂർ വാഴ്ത്തുകയാണ് ചെയ്തത്. എന്ന് മാത്രമല്ല, ചുരുക്കത്തിൽ സോണിയാഗാന്ധി, കോൺഗ്രസിൻ്റെ സമുന്നതയായിട്ടുള്ള നേതാവായിട്ടുള്ള സോണിയാഗാന്ധി ഏതെങ്കിലും പത്രത്തിൽ ഏതെങ്കിലും പേജിൽ മോദിയുടെ വിദേശ നയത്തെ വിമർശിച്ചുകൊണ്ട് ലേഖനം എഴുതിയിട്ടുണ്ടോ, ആ പത്രത്തിൻ്റെ അതേ താളിൽ തന്നെ ശശി തരൂർ മോദിജിക്ക് വാഴ്ത്തുപാട്ട് ചമയ്ക്കുന്ന അവസ്ഥ ഉണ്ടാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി. ഇതോടുകൂടിയിട്ട് മോദി എന്ത് ചെയ്തു? തരൂരിനെ കൂടുതൽ പ്രോത്സാഹിപ്പിച്ചു. അദ്ദേഹത്തെ അമേരിക്കയിലേക്ക് വിട്ടു. അവിടെ പോയിട്ട് ഓപ്പറേഷൻ സിന്ദൂരിനെ കുറിച്ച് വിശദീകരിക്കാനുള്ള ദൗത്യ സംഘത്തിൻ്റെ തലവനാക്കി നിയമിച്ചു. തരൂരിനെ സംബന്ധിച്ചിട്ട് അതിൻ്റെ തന്ത്രപരമായിട്ടുള്ള പല ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹത്തിന് ഈ കുറേ നാളായിട്ട് വിദേശരാജ്യ സമ്പർക്കം ഇല്ലാതായിരുന്നു. അപ്പോൾ വിദേശരാജ്യ സമ്പർക്കം കുറേ കാലമായിട്ട് ഇല്ലാതിരുന്ന തരൂരിനെ അങ്ങനെ വിദേശങ്ങളിൽ വീണ്ടും പോയിട്ട് തൻ്റെ ബ്രിട്ടീഷ് അമേരിക്കൻ ആക്സൻറ്റിലുള്ള ഇംഗ്ലീഷ് പ്രയോഗം തനി സായിപ്പന്മാർക്ക് മുന്നിൽ രാഗി ഉറപ്പിക്കാൻ അവസരം കിട്ടിയെന്ന് മാത്രമല്ല, പുട്ടിനുമായിട്ട് 2 വാക്ക് റഷ്യൻ ഭാഷയിലും പറയാനുള്ള അവസരവും തരൂർ പാഴാക്കിയിട്ടുണ്ടാവില്ല. അതുക്കും അപ്പുറമായിരുന്നു കുറച്ച് നാളുകൾക്ക് മുമ്പ് കോൺഗ്രസിൻ്റെ സുപ്രധാനമായ ഒരു യോഗം നടക്കുന്ന സമയത്ത്, അതായത് പാർട്ടിയുടെ പ്രവർത്തക സമിതിയുടെ യോഗം നടക്കുന്ന സമയത്ത് അസുഖവും മൂക്കൊലിപ്പും ഒക്കെ ആയിട്ട് മൂക്കൊക്കെ ചീറ്റിക്കൊണ്ട് വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് സൂത്രം പറഞ്ഞിട്ട് തരൂർ പമ്മി അവിടെ നിന്ന് പോയത് എവിടേക്കാണ്? പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗം കേൾക്കാനാണ് പോയത്. അപ്പോൾ അസുഖമുണ്ടായിട്ടും അദ്ദേഹം അന്ന് പോയി. അതെന്താണ് സംഭവിച്ചത്? വോട്ടർ പട്ടികയുടെ പരിഷ്കരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് അത് അവലോകനം ചെയ്യാനുള്ള കോൺഗ്രസ് യോഗത്തിൽ നിന്ന് കടുത്ത ജലദോഷവും ചുമയും ഉണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം വിട്ടുനിന്നു. പക്ഷേ അതേ ദിവസം തന്നെ ആ അസുഖങ്ങളെല്ലാം അവഗണിച്ച് അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രഭാഷണത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. അത് രാംനാഥ് ഗോയങ്ക അനുസ്മരണ പ്രഭാഷണമായിരുന്നു. അവിടെയും തീർന്നില്ല. സാമൂഹ്യ മാധ്യമമായിട്ടുള്ള എക്സിൽ അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടു. അത് മോദിയെ സ്തുതിച്ചുകൊണ്ടുള്ളൊരു പോസ്റ്റായിരുന്നു. വിശ്രമരഹിതമായ പുരോഗതിക്കായി രാജ്യത്തോടുള്ള മോദിയുടെ പ്രഭാഷണം സാമ്പത്തിക രൂപഘടനയും സാംസ്കാരിക ആഹ്വാനവും ഉൾക്കൊള്ളുന്നതായിരുന്നു എന്നുള്ളതായിരുന്നു ആ വരികൾ. അപ്പോൾ അസുഖമുണ്ടായിട്ടും പങ്കെടുത്തതിൽ അതിയായിട്ടുള്ള സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്തു അദ്ദേഹം. എന്ന് മാത്രമല്ല, പാർട്ടിയുടെ യോഗം നടക്കുന്നതിനിടയിൽ പ്രധാനമന്ത്രി കോൺഗ്രസിനെ വിമർശിക്കുന്ന പ്രസംഗം കേൾക്കാൻ പോയിട്ട് അതിനെ വാഴ്ത്തിക്കൊണ്ട് പോസ്റ്റ് ഇടുകയും ചെയ്യുക. എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നാണെങ്കിൽ, കയ്യോടെ എന്നെ ഒന്ന് പുറത്താക്കി തരണേ കോൺഗ്രസേ എന്നൊരു ദയനീയമായ അഭ്യർത്ഥനയാണ് ശശി തരൂർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്നിട്ടും കോൺഗ്രസ് അനങ്ങിയോ? കോൺഗ്രസ് അനങ്ങിയില്ല. കെ മുരളീധരൻ കേരളത്തിൽ നിന്ന് ചോദിച്ചു, തരൂർ ഇപ്പോൾ ഏത് പാർട്ടിയിലാണ്? ആ ചോദ്യം ചോദിച്ചുവെങ്കിലും ആ ചോദ്യത്തിനപ്പുറം മറ്റൊന്നും നീങ്ങിയില്ല. പാർട്ടിക്ക് അനക്കമില്ല. ഇപ്പോൾ കോൺഗ്രസിൽ നിന്നുള്ള പരോക്ഷ വിലക്കുണ്ടായിട്ടും മോദി പുട്ടിൻ അത്താഴ വിരുന്നിൽ പോയി മൃഷ്ടാന്നം സ്നേഹബന്ധം പുതുക്കിയ തരൂരിനോട് വീണ്ടും ചോദിക്കാം, തരൂർ ഇപ്പോൾ ഏത് പാർട്ടിയിലാണ് എന്ന്. ഏറെക്കാലം നരേന്ദ്രമോദിയെയും BJPയെയും പുകഴ്ത്തിയിട്ടും കോൺഗ്രസിൽ നിന്ന് തന്നെ പുറത്താക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന് ശശി തരൂര് കൂലങ്കഷമായിട്ട് ചിന്തിച്ചിട്ടുണ്ടാകണം. അപ്പോൾ ആയിരിക്കണം അദ്ദേഹത്തിന് ശരിക്കും കാരണം മനസ്സിലായത്. കോൺഗ്രസിലുള്ളവരിൽ പലർക്കും മൃദു ഹിന്ദുത്വ മനസ്സുണ്ട്. അതുകൊണ്ടാവാം കോൺഗ്രസിൽ നിന്നുകൊണ്ട് മോദി സ്തുതി നടത്തിയിട്ടും തന്നെ പുറത്താക്കാത്തത്. എന്നാൽ കോൺഗ്രസ്സുകാരുടെ ബദ്ധശത്രുവായിട്ടുള്ള CPIM ഒന്ന് പുകഴ്ത്തി നോക്കാമെന്ന് അദ്ദേഹം വിചാരിച്ചു. അങ്ങനെയെങ്കിലും പാർട്ടിയിൽ നിന്ന് തനിക്കൊന്ന് പുറത്താക്കപ്പെടാൻ കഴിഞ്ഞെങ്കിൽ എന്ന് തരൂർ വ്യാമോഹിച്ചിട്ടുണ്ടാവും. അങ്ങനെ BJPയെ പുകഴ്ത്തിയിട്ടും കാര്യമില്ല എന്ന് കണ്ടപ്പോൾ അടുത്ത അടവ് പ്രയോഗിക്കുന്നു. കേരളത്തിലെ ഭരണകക്ഷിയായിട്ടുള്ള CPIMനെ അദ്ദേഹം പുകഴ്ത്തുകയാണ് വാനോളം. അദ്ദേഹം പറഞ്ഞു, കേരളത്തിൽ വ്യവസായ മുന്നേറ്റമാണ് തരൂരിൻ്റെ സാക്ഷ്യപത്രം. അവിടെയും കോൺഗ്രസ് പതിവ് പോലെ വന്നിട്ട് എതിർത്തു. കണക്ക് കള്ളമാണ്, തരൂർ പറയുന്ന കണക്ക് കള്ളമാണ് എന്ന് മാത്രം പറഞ്ഞു. പക്ഷേ തരൂരിനെതിരെ ഒരു നടപടിയും ഉണ്ടായില്ല.
അതിനിടയിലാണ് നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ രാജ്യത്ത് അപ്രഖ്യാപിതമായിട്ടുള്ള അടിയന്തരാവസ്ഥയാണ് എന്നുള്ള കോൺഗ്രസിൻ്റെ വിമർശനം വന്നത്. എല്ലാ കാലത്തും എല്ലാ അടിയന്തരാവസ്ഥയുടെ വാർഷികത്തിലും പല തരത്തിൽ ആവർത്തിക്കപ്പെടുന്ന ഒന്നാണ്. പക്ഷേ മോദിയുടെ ഭരണത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്രഖ്യാപിതമായിട്ടുള്ള അടിയന്തരാവസ്ഥയാണ് എന്നുള്ള വിമർശനം അതിരൂക്ഷമായിട്ടുള്ള ഭാഷയിലേക്ക് വന്നു. രാജ്യവ്യാപകമായിട്ട് അത് ചർച്ച ചെയ്യപ്പെടുമെന്ന് വിചാരിക്കുകയും ചെയ്തു. പക്ഷേ ഉടൻ തന്നെ മോദി വിശ്വപൗരനെ പ്രാർത്ഥിച്ചിട്ടുണ്ടാവണം. അനുഗ്രഹദായകനായ തരൂർ ഉടൻ തന്നെ കനിഞ്ഞു. ആ ആരോപണത്തെ നേരിട്ടത് എങ്ങനെയാണെന്നോ, ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥ ചൂണ്ടിക്കാണിച്ചു. അതായത് സ്വന്തം പാർട്ടിയിൽ തന്നെ തിരുവനന്തപുരത്ത് MP ആക്കാൻ നിയോഗിക്കപ്പെട്ട കോൺഗ്രസ് എന്ന പാർട്ടിയുടെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയാണ് അടിയന്തരാവസ്ഥ ഇവിടെ ഏർപ്പെടുത്തിയത് എന്നും ഇന്ത്യ ശ്വാസം അടക്കിപ്പിടിച്ചു നിന്ന നാളുകളായിരുന്നു അത് എന്നും അധികാരം സ്വേച്ഛാധിപത്യത്തിൻ്റെതായി മാറി എന്നും തരൂർ പറഞ്ഞു. അങ്ങനെ മോദിക്ക് രക്ഷാകവചം ഒരുക്കി. അന്നത്തെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് അദ്ദേഹം മുന്നോട്ട് വെച്ച സഞ്ജയ് ഗാന്ധിയുടെ നിർബന്ധിതമായിട്ടുള്ള വന്ധ്യംകരണം വരെ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. സ്വന്തം പാർട്ടിയുടെ ഏറ്റവും വലിയ നേതാവിനെ, ഇന്ദിരാഗാന്ധിയെ, ചരിത്രത്തെ തരൂർ പരസ്യമായിട്ട് വിചാരണ ചെയ്തു. എന്നിട്ടും നടപടിയുണ്ടായില്ല. ഇതിനിടയിൽ തരൂർ സാർ മറ്റൊരു കളി കൂടി കളിക്കുകയുണ്ടായി. അത് കേരളത്തിലെ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് താൻ പരിഗണിക്കപ്പെടണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം പല യാത്രകളൊക്കെ നടത്തി. പാണക്കാട് തങ്ങളുടെ വസതിയിലേക്ക്, ബിഷപ്പുമാരുടെ അരമനകളിലേക്ക്, NSSൻ്റെ ആസ്ഥാനത്തിലേക്കൊക്കെ എല്ലാ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലും കയറി ഇറങ്ങി. അതിലൂടെ ഒരു ജനസമ്മതി ഉണ്ടാക്കാൻ അദ്ദേഹം ശ്രമിച്ചു. ഒരു പാർട്ടി ഭാവിയിൽ രൂപീകരിക്കുകയാണെങ്കിൽ, സ്വയം ഒരു പാർട്ടി രൂപീകരിക്കുകയാണെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ ആളനക്കം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയായിരുന്നിരിക്കാം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അതിനിടയിൽ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ പലസ്തീൻ്റെ ഐക്യദാർഢ്യ റാലി ഉണ്ടാകുന്നത്. ആ റാലിയിൽ പ്രസംഗിക്കാൻ വേണ്ടി തരൂർ ചെല്ലുന്നു. അവിടെ വെച്ച് അദ്ദേഹം വലിയൊരു വെടിപൊട്ടിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു ഹമാസ് ഒരു ഭീകര സംഘടനയാണ് എന്ന്. അതോടെ മുസ്ലിം ലീഗ് അവരുടെ കോണി വലിച്ചു എന്ന് പറയാം. അതോടുകൂടി ആ ഒരു മോഹം തൽക്കാലത്തേക്ക് അവസാനിച്ചു എന്ന് വിചാരിക്കേണ്ടി വരുന്നു. പക്ഷെ പുറത്താകാനുള്ള അദ്ദേഹത്തിൻ്റെ ത്വരയ്ക്ക് ഒരു കുറവുണ്ടായില്ല. ഓരോ ദിവസവും നേരം വെളുത്ത് എഴുന്നേൽക്കുമ്പോൾ ഒരു ദുസ്വപ്നം പോലെ മനസ്സിലാക്കും, ഞാനിപ്പോഴും കോൺഗ്രസ് പാർട്ടിയിലാണല്ലോ എന്ന്. എങ്ങനെ അതിൽ നിന്ന് പുറത്തേക്ക് പോകാം എന്നുള്ള ശ്രമങ്ങൾ ഓരോ ദിവസവും ആസൂത്രണം ചെയ്യും. അത് പക്ഷേ പൊളിഞ്ഞു പോയിക്കൊണ്ടേയിരിക്കുന്നു. കാരണം കോൺഗ്രസ് പുറത്താക്കുന്നില്ല. അപ്പോൾ വീണ്ടും ഒരു ശ്രമം നടത്തുകയാണ്. ഒരു സർവേയിൽ അടുത്ത മുഖ്യമന്ത്രിയായിട്ട് തരൂരാണ് യോഗ്യനെന്ന് ഫലം വന്നു എന്നുള്ളതാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം. അത് ശശി തരൂർ തന്നെ നടത്തിച്ച സർവേയാണ് എന്ന് ചിലർ കളിയാക്കുകയും ചെയ്തു. എന്തായാലും അദ്ദേഹം ക്ഷമ കെട്ട് തെളിച്ചു പറഞ്ഞു, നേതൃനിരയിൽ ഞാനാണ് മുന്നിൽ. പാർട്ടി അത് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒപ്പമുണ്ടാകും, ഇല്ലെങ്കിൽ എനിക്ക് എൻ്റേതായിട്ടുള്ള കാര്യങ്ങളുണ്ട്, എനിക്ക് മറ്റ് വഴികളില്ല എന്ന് കരുതരുത്. ഇതൊരു ഭീഷണിയാണ്, ഒരു അന്ത്യശാസനമാണ്. എന്നിട്ടും കോൺഗ്രസ് അനങ്ങിയില്ല. വർഷാവർഷം ബാബ്രി മസ്ജിദ് തകർക്കപ്പെട്ട ഡിസംബർ 6 മതേതരത്വത്തിന് മുറിവേറ്റതിനെക്കുറിച്ച് കോൺഗ്രസിലെ നേതാക്കൾ ഓർമ്മിപ്പിക്കുമ്പോഴാണ് ആ കർസേവയുടെ അമരക്കാരനും BJPയുടെ മുതിർന്ന നേതാവുമായ LK അദ്വാനിക്ക് കോൺഗ്രസിനകത്ത് നിന്നുകൊണ്ട് ശശി തരൂർ ജന്മദിനാശംസകൾ നേർന്നത്. അതും ശശി തരൂർ കോൺഗ്രസിനെ കൊട്ടാനുള്ള തല്ലാനുള്ള ഒരു അവസരമാക്കി മാറ്റി. ഇന്ദിരാഗാന്ധിയെയും ജവഹർലാൽ നെഹ്റുവിനെയും ഒറ്റ സംഭവത്തിൻ്റെ പേരിൽ വിലയിരുത്തരുത് എന്നുള്ള ആനുകൂല്യം അദ്വാനിക്കും നൽകണമെന്ന് അദ്ദേഹം ആശംസിച്ചു. അപ്പോൾ തരൂരിൻ്റെ മനസ്സിൽ എന്താണ്? അടിയന്തരാവസ്ഥ, ചൈന യുദ്ധം, ബാബ്രി മസ്ജിദ്, ഇതൊക്കെയാണ് കോൺഗ്രസിൻ്റെ ചരിത്രപരമായ വീഴ്ചകൾ. BJPയുടെ രഥയാത്ര വർഗീയ കലാപങ്ങൾക്ക് തുടക്കം കുറിച്ചു, അതിന് ആളിപ്പടർത്താൻ ഇടയാക്കി എന്ന് പാർട്ടി പറയുമ്പോൾ തരൂർ ആ നേതാവിനെ മഹത്വവൽക്കരിച്ചു. അപ്പോൾ ഒരു ഭാഗത്ത് മതേതരത്വത്തിൻ്റെ വലിയ മുറിവായി മാറിയ ബാബറി മസ്ജിദിൻ്റെ തകർക്കലിനെ കോൺഗ്രസ് പാർട്ടി വിമർശിക്കുകയും അത് ചരിത്രത്തിലെ വലിയൊരു മുറിവായിട്ട് മുന്നിലേക്ക് വയ്ക്കുകയും ചെയ്യുമ്പോൾ അതിന് കാരണക്കാരനായിട്ടുള്ള അദ്വാനിയെ മഹത്വവൽക്കരിച്ചുകൊണ്ട് കോൺഗ്രസ് പറഞ്ഞു വച്ചതിനെ മുഴുവൻ തകിടം മറിക്കുകയാണ്. അപ്പോൾ പോലും തരൂരിനെ പുറത്താക്കിയില്ല കോൺഗ്രസിൽ നിന്ന്. ഇതൊന്നും പോരാഞ്ഞിട്ടാണ് BJPയും CPIM-ഉം എന്തിന് CPI പോലും പുട്ടിന് പീര പോലെ കോൺഗ്രസിനെതിരെ ഉന്നയിക്കുന്ന കുടുംബവാഴ്ച ആരോപണത്തെ കോൺഗ്രസ്സുകാരനായ MP-യുടെ ആനുകൂല്യങ്ങളെല്ലാം പറ്റിക്കൊണ്ട് ശശി തരൂരും പരിഹസിക്കുന്നത്. നെഹ്റു മുതൽ രാഹുൽ ഗാന്ധിയെ വരെ ശശി തരൂർ വിചാരണ ചെയ്യുന്ന അവസ്ഥയായി. സോണിയാഗാന്ധി പ്രസിഡന്റായിരുന്ന കാലത്താണ് താൻ പാർട്ടിയിൽ ചേർന്നതെന്നും കുടുംബവാഴ്ചയെക്കുറിച്ച് അന്ന് വലിയ ധാരണയില്ലായിരുന്നുവെന്നും ഒക്കെയാണ് നിഷ്കളങ്കനായിട്ട് തരൂർ പറയുന്നത്. കേന്ദ്ര സർക്കാരും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും ചേർന്ന് വോട്ട് മോഷണത്തിലൂടെ ഇന്ത്യയിൽ ജനാധിപത്യം അസ്തമിപ്പിക്കാൻ പോകുന്നുവെന്ന് രാഹുൽ ഗാന്ധി അലമുറയിട്ട് വിളിച്ച് പറഞ്ഞ കണക്കുകൾ നിരത്തിയ സമയത്തായിരുന്നു തരൂര് കോൺഗ്രസിലെ കുടുംബവാഴ്ചയെ ആയുധമാക്കിക്കൊണ്ട് രാഹുൽ ഗാന്ധിക്കെതിരെയും പ്രിയങ്ക ഗാന്ധിക്കെതിരെയും സോണിയാഗാന്ധിക്കെതിരെയും ആ കുടുംബവാഴ്ചയ്ക്കെതിരെയും ആഞ്ഞടിച്ചത്. ഇതൊക്കെ ചെയ്ത ഒരാളെ
മറ്റേതെങ്കിലും ഒരു പാർട്ടിയാണെങ്കിൽ, ഒരു പ്രാദേശിക പാർട്ടിയാണെങ്കിൽ പോലും ഒരു നിമിഷം പോലും പാർട്ടിയിൽ പിടിച്ചു നിർത്തില്ല. അച്ചടക്ക നടപടി മാത്രമല്ല, മറ്റ് പല നടപടികളും എടുത്ത് പുറത്താക്കി വിടുകയാണ് ചെയ്യുക. പക്ഷേ കോൺഗ്രസ് ശശി തരൂരിനെ പുറത്താക്കുന്നതേയില്ല. എന്തായിരിക്കാം അതിൻ്റെ കാരണമെന്ന് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് വലിയ പ്രതിച്ഛായയുണ്ട്, അന്താരാഷ്ട്ര തലത്തിലുള്ള ലോകോത്തരമായിട്ടുള്ള പ്രതിച്ഛായയുണ്ട്. ഒരു വെറും സാധാരണ നേതാവല്ല ശശി തരൂര്. ഐക്യരാഷ്ട്രസഭയിൽ പ്രവർത്തിച്ച വ്യക്തിത്വമാണ്, അന്താരാഷ്ട്ര തലത്തിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ്. അങ്ങനെയുള്ളൊരു അദ്ദേഹത്തെ പുറത്താക്കുന്നത് കോൺഗ്രസിൻ്റെ ഒരു സ്വതന്ത്ര സഹിഷ്ണുതാ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കുമെന്നുള്ളതാണ് ഒരു ഭയം. ഓർക്ക് കോൺഗ്രസിൻ്റെ അകത്ത് ഒരു G23 എന്നൊരു വിമത ഗ്രൂപ്പ് ഉണ്ടായിരുന്നു കുറേ നാളുകൾ. ആ നേതാക്കളെയൊക്കെ ഒതുക്കിയാൽ ഉണ്ടാകുന്ന പ്രശ്നം നേതൃത്വം നന്നായിട്ട് അറിയാം. അപ്പോൾ തരൂരിനെ പുറത്താക്കുന്നത് കൂടുതൽ ആഭ്യന്തര പ്രശ്നങ്ങൾക്ക് വഴിവെക്കും. അതുകൊണ്ട് തരൂർ സൗജന്യമായി കോൺഗ്രസിന് ലഭിക്കുന്ന ഒരു ചൈതന്യമാണ്, ഒരു സ്പിരിറ്റാണ് എന്നൊക്കെ അവർ വിചാരിക്കുന്നു. ആ പ്രതിച്ഛായ ആണ് ഒരു പക്ഷേ അതിന് ഗുണം ചെയ്യുന്നത്. പുറത്താക്കി കിട്ടിയാൽ തരൂരിനുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, ഒരു കൂറുമാറ്റ നിയമത്തിൻ്റെ പ്രശ്നങ്ങളിലൊന്നും പെടാതെ തന്നെ കേന്ദ്രത്തിൻ്റെ കൂടെ ചേരാൻ കഴിയും, അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു പാർട്ടി രൂപീകരിക്കാം. പക്ഷേ പാർട്ടി രൂപീകരിച്ചാൽ വലിയ ഗതി ഉണ്ടാകുമോ എന്ന് സംശയമാണ്. കാരണം ഗുലാം നബി ആസാദിൻ്റെ പാർട്ടിയുടെ ഗതി അത് തരൂരിൻ്റെ മുമ്പിൽ ഒരു വലിയ ആശങ്കയായിട്ടുണ്ട്. ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് ആസാദ് എന്നാണ് ഈ പാർട്ടി. ആ പാർട്ടി രൂപീകരിച്ച ഗുലാം നബിക്ക് പിന്നീട് സംഭവിച്ചതെല്ലാം നമുക്കറിയാം. കൂടെയുള്ളവരെല്ലാം കോൺഗ്രസിലേക്ക് മടങ്ങിപ്പോയി. അദ്ദേഹത്തിന് യൂണിറ്റുകളെല്ലാം പിരിച്ചുവിടേണ്ടി വന്നു. അപ്പോൾ അതുകൊണ്ട് സ്വന്തമായിട്ടൊരു പാർട്ടി എന്നതിനേക്കാൾ തരൂർ ലക്ഷ്യമാക്കുന്നത് കൂറുമാറ്റ നിയമത്തിൽ പെടാതെ കേന്ദ്രത്തിൽ ചേരാൻ കഴിയുന്ന ഒരു പുറത്താക്കൽ ആകാം. പക്ഷേ ഏറ്റവും ഒടുവിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് രാഷ്ട്രപതി നൽകിയ വിരുന്നിൽ സ്വന്തം പാർട്ടിയായ കോൺഗ്രസിൻ്റെ പരോക്ഷമായിട്ടുള്ള എതിർപ്പ് മറികടന്ന് പങ്കെടുത്തതിലൂടെയെങ്കിലും തന്നെ ഒന്ന് പുറത്താക്കിത്താ എന്ന് കോൺഗ്രസിൻ്റെ മനസാക്ഷിയോട് കെഞ്ചി നിൽക്കുകയാണ് പാവം തരൂർ ചെയ്തിരിക്കുന്നത്. തരൂരിനെ മാത്രം അത്താഴ വിരുന്നിന് ക്ഷണിച്ചതിനെക്കുറിച്ചും തരൂർ അതിൽ പങ്കെടുത്തതിനെക്കുറിച്ചും AICCയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ജയറാം രമേശിനോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ജയറാം രമേശ് പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു: പാർട്ടിയിലെ നമ്മുടെ നേതാക്കൾക്ക് ക്ഷണം ലഭിക്കാതിരിക്കുകയും നമ്മളെ ക്ഷണിക്കുകയുമാണെങ്കിൽ മനസാക്ഷിയോട് ചോദിക്കുകയും മനസാക്ഷി അനുസരിച്ച് പ്രവർത്തിക്കുകയും വേണം. പക്ഷേ അത്തരമൊരു ക്ഷണം സ്വീകരിക്കുന്നവരുടെ മേലും സംശയത്തിൻ്റെ നിഴലുണ്ട് എന്നായിരുന്നു ജയറാം രമേശിൻ്റെ മറുപടി. അതായത് ഇപ്പോഴും സംശയത്തിൻ്റെ നിഴലിൽ മാത്രമാണ് ശശി തരൂർ. പാവം ശശി തരൂരിനെ പുറത്താക്കാനുള്ള ദയ ഇപ്പോഴും കോൺഗ്രസ് കാണിക്കുന്നില്ല. ഇനിയും എന്തൊക്കെ തരത്തിലുള്ള നിരന്തര ശ്രമങ്ങൾ നടത്തേണ്ടി വരും തരൂരിന് പുറത്താക്കപ്പെടാൻ എന്ന് പാർக்கலாம். എന്തായാലും തരൂരിന് കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെടുന്നതിന് വേണ്ടി താൻ നടത്തിയ ശ്രമങ്ങളെക്കുറിച്ച് ഭാവിയിൽ ഒരു പുസ്തകം തന്നെ എഴുതാവുന്നതാണ്. എൻ്റെ പരിമിതമായ ഇംഗ്ലീഷ് വെച്ച് ഞാൻ അതിന് നൽകുന്ന ശീർഷകം ഇങ്ങനെയാണ്: മൈ എക്സ്പെരിമെൻറ്റ്സ് ടു ബി എക്സ്പെൽഡ്. നന്ദി.